നമസ്കാരം. അയൽരാജ്യമായ നേപ്പാളിൽ കൺമുന്നിൽ കണ്ട ഗ്രാമങ്ങളെയും ജനങ്ങളെയും നിമിഷാർത്ഥം കൊണ്ട് മണ്ണും ചെളിയും വിഴുങ്ങിയ മഹാദുരന്തത്തിന്റെ ഭീകരമായ അവസ്ഥയ്ക്കാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ പ്രളയത്തിലും തുടർച്ചയായ മണ്ണിടിച്ചിലിലും പെട്ട മരിച്ചവരുടെ എണ്ണം 400-ലേക്കാണ് അടുക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 398 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നദികളിൽ മണ്ണും പാറയും കലർന്ന അതിശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് താഴ്വരകളിലെ നഗരങ്ങളും ജനവാസ മേഖലകളും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. അപകടത്തിൽ മരിച്ച പലരുടെ മൃതദേഹങ്ങൾ നദിയിലൂടെ ഒഴുകി ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ നദികളിലേക്ക് എത്തുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും വേദനാജനകമായ വാർത്ത. കിലോമീറ്ററുകളോളം ദൂരേക്ക് മൃതദേഹങ്ങൾ ഒഴുകിപ്പോയതിനാൽ മരണപ്പെട്ട പലരെയും തിരിച്ചറിയുക എന്നുള്ളത് രക്ഷാപ്രവർത്തകർക്ക് കനത്ത വെല്ലുവിളി മാറിയിട്ടുണ്ട്. നേപ്പാളിലെ ഈ ദുരന്ത വാർത്ത കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ തന്നെ ഉത്കണ്ഠയിലാഴ്ത്തുന്നുണ്ട്. കാരണം പ്രളയത്തിൽപ്പെട്ട് വിവരമൊന്നുമില്ലാതെ കാണാതായ 1500-ഓളം ആളുകളിൽ വലിയൊരു പങ്ക് ഇന്ത്യൻ പൗരന്മാരാണ്. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 290-നും 295-നും ഇടയിൽ ഇന്ത്യക്കാരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇതിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് കാണാതായ ഇന്ത്യക്കാരിൽ 53-ഓളം പേർ മലയാളികളാണെന്നതാണ്. ഇതിൽ 33 പേരുടെ ഔദ്യോഗിക പട്ടിക സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ മൊബൈൽ ടവറുകളും വൈദ്യുത ബന്ധങ്ങളും പൂർണ്ണമായി തകർന്നതാണ് ഇവരെ ബന്ധപ്പെടാൻ സാധിക്കാത്തതിന് പ്രധാന കാരണം. അതേസമയം രക്ഷാപ്രവർത്തനം വഴി ഇതിനകം 84-ഓളം ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റുവാനും സാധിച്ചു. ഇതിൽ 63 പേർ തൃശൂലി നദിയിലെ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണ്. ഇഷ ഫൗണ്ടേഷന്റെ ഭാഗമായി തീർത്ഥാടനത്തിന് പോയ 80-ഓളം പേരെ കാണാതായതായും ഫൗണ്ടേഷൻ തലവൻ സദ്ഗുരു ജഗി വാസുദേവ് അറിയിച്ചിട്ടുണ്ട്. ചൈനീസ് നിയന്ത്രണത്തിലുള്ള ടിബറ്റൻ മേഖലയിലും 200-ലധികം ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. ഈ മിന്നൽ പ്രളയത്തിലേക്ക് യഥാർത്ഥത്തിൽ നയിച്ച കാരണം എന്താണ്? പ്രകൃതി ദുരന്തത്തിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു. ആദ്യഘട്ടത്തിൽ പ്രകൃതിക്ഷോഭത്തിന് കാരണം നേപ്പാളിനുണ്ടായ വലിയൊരു ഭൂചലനമാണെന്ന് പരക്കെ കരുതിയിരുന്നത്. എന്നാൽ അമേരിക്കൻ ജിയോളജിക്കൽ സർവേ നടത്തിയ വിശദമായ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതൊരു സാധാരണ ഭൂകമ്പമായിരുന്നില്ല, മറിച്ച് ഹിമാലയൻ മലനിരകളിലെ അതിശക്തമായ ഒരു ഗ്ലോസിയർ തകർച്ചയായിരുന്നു. ടിബറ്റൻ അതിർത്തി മേഖലയിലെ ഹിമാനിയിലെ ഭീമാകാരമായ പാറയും മഞ്ഞും വലിയ തോതിൽ ഇടിഞ്ഞു താഴേക്ക് പതിക്കുകയാണ്. ഈ വീഴ്ചയുടെ ആഘാതത്തിലാണ് ഭൂമി കുലുങ്ങിയതുപോലുള്ള ചലനങ്ങൾ ഉണ്ടായത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലന പ്രകാരം ലിഹൻഡെ നദിയിലൂടെ മണ്ണും ചെളിയും പാറക്കൂട്ടങ്ങളും അതിവേഗം കുത്തിയൊലിച്ചു വന്ന താഴെയുള്ള ഭോട്ടേഘോഷി നദിയിലേക്ക് പതിക്കുകയായിരുന്നു. നേപ്പാൾ ചൈന അതിർത്തിയിലെ റാസുവ ഗാദി അതിർത്തി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയാണ് ഈ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം. ഈ മലയിടിച്ചിലിൽ ഭോട്ടേഘോഷി നദിയിലെ ഒഴുക്ക് തടസ്സപ്പെടുകയും അവിടെ ഒരു താൽക്കാലിക ഡാം അഥവാ തടയണ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്തു. എന്നാൽ ഈ ദുരന്തം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന ഭീതിതമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ചൈന നൽകുന്നത്. ചൈനീസ് ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ദുരന്ത മേഖലയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലകൊള്ളുന്നത്. ചൈനയുടെ അതിർത്തിയിലേക്കുള്ള ചോചൻഖോലെ, പ്യൂരെപൂ, സാങ്പോ എന്നീ നദികൾ സംഗമിക്കുന്നിടത്ത് പ്രളയാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഒരു പുതിയ കൃത്രിമ തടാകം രൂപപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ തടാകത്തിൽ 2 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമുണ്ട്. എന്നാൽ വരുന്ന 72 മണിക്കൂറിനുള്ളിൽ മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന 3 മില്യൺ ക്യൂബിക് മീറ്റർ ജലം കൂടി ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്രയും വലിയ ജലഭാരം താങ്ങാൻ ഈ താൽക്കാലിക മൺതിട്ടയ്ക്ക് കഴിയില്ല. അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ തടയണ ഏത് നിമിഷവും തകരാമെന്ന് ചൈന നേപ്പാൾ അധികൃതരെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ ഭോട്ടേഘോഷി നദിയിലൂടെ വീണ്ടും ചരിത്രത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മിന്നൽ പ്രളയം താഴേക്ക് കുതിച്ചെത്തും. ഇത് മുൻകൂട്ടി കണ്ട് നദീതീരത്തുള്ള ആളുകളോട് അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാനാണ് നിർദ്ദേശം നൽകിയത്. വീണ്ടും ഒരു പ്രളയം ഉണ്ടായാൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ തന്നെയാണ് സൈന്യം. ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിന് പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യ ഒപ്പമുണ്ട്. രക്ഷാപ്രവർത്തനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമായി വൻതോതിലുള്ള സഹായമാണ് ഇന്ത്യ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ 47.5 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ വ്യോമസേനാ വിമാനങ്ങൾ വഴി നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 10 ടണ്ണും തൊട്ടു പിന്നാലെ 37.5 ടൺ സാമഗ്രികളുമാണ് എത്തിച്ചത്. പ്രളയത്തിൽ ഒലിച്ചുപോയ റോഡുകളും പാലങ്ങളും താൽക്കാലികമായി പുനർനിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായത്തോടെ ബെയിലി പാലങ്ങൾ നിർമ്മിച്ചു നൽകാനുള്ള അടിയന്തര നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി ലഭിക്കുന്നതോടെ ഇന്ത്യൻ കരസേനയുടെ പ്രത്യേക ദുരന്ത നിവാരണ സംഘം നേരിട്ട് നേപ്പാളിലെ ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങും. നേപ്പാൾ ഭരണകൂടം തങ്ങളുടെ 2000-ലധികം സൈനികരെ രക്ഷാപ്രവർത്തനത്തിനായി ഇതിനകം വിവിധ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ തകർന്ന ആശയവിനിമയ സംവിധാനങ്ങളും വരാനിരിക്കുന്ന പ്രളയ മുന്നറിയിപ്പും ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഒലിച്ചുപോയ 1 ഡസനോളം ജലവൈദ്യുത പദ്ധതിയുടെ തകരാർ പരിഹരിക്കാനും വലിയ സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
ദുരന്തം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കാഠ്മണ്ഡുവിലും ചൈന നേപ്പാൾ അതിർത്തി മേഖലകളിലും ഇപ്പോഴും കനത്ത മഴ തുടരുകയാണെന്നാണ് അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിൽ ഗ്രാമങ്ങൾ മാത്രമല്ല ചരക്കുകളുമായി അതിർത്തി കടക്കാൻ കാത്തുനിന്ന നൂറുകണക്കിന് ട്രക്കുകളും പൂർണ്ണമായും ഒലിച്ചുപോയിട്ടുണ്ട്. ദുരന്തത്തിന്റെ കേന്ദ്ര ബിന്ദുവായ രാസ്വാഗാദി അതിർത്തി ചെക്ക് പോസ്റ്റിന് സമീപമുള്ള പല റോഡുകളും നിലവിൽ അപ്രത്യക്ഷമായ അവസ്ഥയിലാണ്. ഗിരോങ് ടൗണിന് സമീപമുള്ള വൈദ്യുത ആശയവിനിമയ സംവിധാനങ്ങൾ ചൈനീസ് അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചെങ്കിലും പോർട്ട് മേഖലകൾ ഇപ്പോഴും പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഇത് അതിർത്തി വഴിയുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദേശികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് എന്നത് ഇന്ത്യൻ അധികൃതരെയും വലിയ രീതിയിൽ തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. ഈ ദുരന്തം കേവലം നേപ്പാളിനെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് വലിയൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കാണാതായവരിൽ 826 പേർ വിദേശ പൗരന്മാരാണ്. ഇതിൽ ഏറ്റവും പുതിയ ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് ഈ വിദേശികളിൽ 50ഓളം പേരെ നേപ്പാൾ പോലീസ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ടിബറ്റൻ അതിർത്തിക്ക് മുകളിലുള്ള ചൈനീസ് നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ ഇപ്പോഴും 200-ലധികം ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ചിയാൻ നൽകിയ പ്രസ്താവന പ്രകാരം തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് മാത്രം 100ഓളം ചൈനീസ് പൗരന്മാരെയും കാണാതായിട്ടുണ്ട്. അപകട മേഖലകളിൽ നിന്ന് ഗ്രാമീണരെ മുഴുവൻ ചൈനീസ് സുരക്ഷാ സേന ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപകട മേഖലയുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചതായും 2 ഗ്രാമീണരെ രക്ഷപ്പെടുത്തിയെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയുടെ CCTV മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ പ്രകാരം ബീജിംഗ്, ചെഗ്ഡു എന്നീ ഇവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ പ്രത്യേക സംഘവും അതിർത്തിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. നേപ്പാളിലെ പ്രളയം എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചും കൃത്യമായ വിശകലനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. നേപ്പാളിലെ ഭോട്ടികോഷി നദിയിൽ നിന്നുണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിൽ ഇന്ത്യയിലെ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നദികളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. നേപ്പാളിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യൻ നദികളിലേക്ക് ഒഴുകിയെത്തുന്നതായി ബീഹാർ അതിർത്തികളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. കാണാതായ മലയാളികളുടെ കാര്യത്തിൽ കേരള സർക്കാരും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. വിദേശകാര്യ മന്ത്രാലയം നൽകിയ 33 പേരുടെ ആദ്യ പട്ടികയ്ക്ക് പുറമെ മറ്റു ചിലരെ കുറിച്ചും വിവരമില്ലാത്തതിനാൽ കാണാതായ മലയാളികളുടെ എണ്ണം 53 വരെ ആകാമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള നോർക്ക അധികൃതർ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയാണ്. കനത്ത മണ്ണും ചെളിയും മൂടിയത് കാരണം പല റോഡുകളും അടഞ്ഞു കിടക്കുന്നതിനാൽ കരസേനയ്ക്ക് മാത്രമേ ഇവിടെ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിക്കുള്ള കാത്തിരിപ്പിലാണ് സൈന്യം. ചൈനീസ് ജലവിഭവ വകുപ്പ് നൽകിയ വിവരങ്ങൾ പ്രകാരം അടുത്ത 48 മണിക്കൂർ നേപ്പാളിനും ഇന്ത്യൻ അതിർത്തികൾക്കും അതീവ നിർണായകമാണ്. നിലവിൽ ഭോട്ടികോഷി നദിയിൽ രൂപപ്പെട്ടിരിക്കുന്ന തടയണ ഏത് നിമിഷവും തകരാമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ താഴെയുള്ള ജലവൈദ്യുത പദ്ധതിയുടെ ശേഷിക്കുന്ന ഭാഗം കൂടി തകരുമോ എന്ന ഭീതിയിലാണ് അധികൃതർ. ഇതിനകം തന്നെ നേപ്പാളിലെ 1 ഡസനോളം പ്രധാന ജലവൈദ്യുത പദ്ധതികൾ തകർന്നു കഴിഞ്ഞു. ഇതിൽ തൃശൂലി നദിയിലെ ഹൈഡ്രോളിക് പ്രൊജക്ടിൽ നിന്നാണ് 63 ഇന്ത്യൻ തൊഴിലാളികളെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഈ മേഖലകളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് വ്യക്തമല്ല. പുതിയ തടാകം തകർന്നാൽ ഉണ്ടാകാവുന്ന ജലബോംബ് തടയുവാൻ താഴെയുള്ള ഡാമുകളുടെ ഷട്ടറുകൾ മുൻകൂട്ടി ക്രമീകരിക്കാനുള്ള ചർച്ചകൾ നേപ്പാൾ ജലവിഭവ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.